നമസ്കാരം. അങ്ങനെ പുതിയൊരു ചിങ്ങപ്പുലരിയിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ? മലയാളത്തിന്റെ മാത്രം സ്വന്തമായിട്ടുള്ള കൊല്ലവർഷം 1200 കഴിഞ്ഞു 1201 ഒന്നാം തീയതിയാണ്. ചിങ്ങം 1-ാം തീയതി പുതുവത്സരമാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. AD 825 കൊല്ലത്തിന് നഗരത്തിലൊരുക്കിയ പണ്ഡിത സമ്മേളനം വഴി വേണാട് രാജശേഖര കുലശേഖരൻ എന്ന രാജാവാണ് ഈ ഒരു കലണ്ടർ സിസ്റ്റം തുടങ്ങിയത്. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ മറ്റു ചില വാദങ്ങളുള്ളത്. ചിലർ പറയുന്നു കൊല്ലം നഗരം സ്ഥാപിച്ചതിന്റെ ഓർമ്മയ്ക്കാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു രാജ്യ തലസ്ഥാനം കൊല്ലത്തേക്ക് മാറ്റിയതിന്റെയാണ്. അങ്ങനെ ചില വാദഗതികളുണ്ട്. എന്തായാലും സൗര കാലഗണന അനുസരിച്ചാണ് നമ്മുടെ ഈ പുതിയ കൊല്ലവർഷം എന്ന സംഭവം. AD 825 അല്ലെങ്കിൽ കോമൺ ഇറ 825 ഇത് തുടങ്ങിയത്. ഈ ഒരു കേരളത്തിന്റെ തനതായിട്ടുള്ള ആ ഒരു സാംസ്കാരിക കലണ്ടർ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ മലയാളികൾക്കെല്ലാം നമ്മുടെ മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പതിവാണ്. നമ്മുടെ മാത്രം സ്വന്തമായിട്ടുള്ള കാലഘടനയാണ്. ഈ കാലഘട്ടത്തിൽ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മൾ പഞ്ഞമാസം എന്ന് വിളിക്കാറുണ്ട്, കള്ളക്കർക്കിടകം എന്ന് വിളിക്കാറുണ്ട്. പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥകൾ, പ്രകൃതി നമുക്ക് അനുകൂലമല്ല, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കൂടുതൽ ആധ്യാത്മികമായിട്ട്, അതേപോലെ ശരീരത്തിന്റെ പുഷ്ടിപ്പെടുത്താനുള്ള ചികിത്സകളും, അതുപോലെ കൂടുതൽ നമ്മൾ നമ്മുടെ ആത്മീയതയിലൂടെയും മറ്റ് ചികിത്സകളിലൂടെയൊക്കെ നമ്മുടെ അന്തരംഗത്തെയും ശരീരത്തെയും പുഷ്ടിപ്പെടുത്തി ശക്തിപ്പെടുത്തി പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ അപ്പോൾ ചിങ്ങമാസം 1-ാം തീയതി ആ ഒരു മാസം എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ്. ഒന്ന് ഓണം വരാൻ പോകുന്നു. ആഘോഷങ്ങൾ പലതും നമ്മൾ ആ സമയത്താണ് നടത്തുന്നത്. പിന്നെ കാർഷികമായിട്ട് നോക്കുകയാണെങ്കിൽ വിളവെടുപ്പ് മഹോത്സവമാണ്. നെൽക്കതിരാണെങ്കിലെല്ലാം വിളവെടുപ്പ് മഹോത്സവമാണ്. ഒരു വസന്തകാലം, അത് മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി തന്നെ വളരെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. ഈ ഒരു കാലഘട്ടം ഉണർവിലേക്കുള്ള എടുത്തുചാട്ടത്തിനുള്ള സമയമാണ്. ചിങ്ങമാസത്തിലെ 1201 കൊല്ലവർഷം 1201 ചിങ്ങമാസത്തിലെ ആദ്യത്തെ ദിനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയൊരു വർഷം ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. ഈ കാലഘട്ടത്തിന് എൻ്റെ ഓർമ്മയിൽ ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്ന സമയമാണ്. നല്ല നല്ല കാസറ്റുകൾ, ഓഡിയോ കാസറ്റുകൾ, വസന്ത ഗീതങ്ങൾ, തരംഗിണി സ്റ്റുഡിയോസിന്റെ നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസിന്റെ അദ്ദേഹത്തിന്റെ തരംഗിണി സ്റ്റുഡിയോസ് ഒരുപാട് ഉത്സവ ഗീതങ്ങളും വസന്ത ഗീതങ്ങളും ഈ സമയത്തൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ചിങ്ങത്തെ വരവേൽക്കുന്നത് തന്നെ പ്രശസ്തമായിട്ട് പഴയൊരു പാട്ട് നമ്മൾ കേട്ട് കാണാം. കാറ്റും മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പിറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും ഇത് എനിക്ക് മുമ്പുള്ള തലമുറ പാടി ആഘോഷിച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. വസന്ത ഗീതങ്ങൾ, അതുപോലെയുള്ള പുതിയ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ ആയപ്പോഴേക്കും വളരെ പ്രശസ്തമായിട്ടുള്ള ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂനിലാവേ വാ, നീ വാ പൂവാ, തുമ്പിപ്പെണ്ണേ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ, തുമ്പിപ്പെണ്ണേ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ, ഇളവയിൽ കുങ്കുമ തളികയുമായി, ഇളവയിൽ കുങ്കുമ തളികയും കൊണ്ട് കസവു നൂൽ തുന്നിയ ഉടവയുമായി നീ വാ പൂവാ, തുമ്പി പെണ്ണേ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ,
തുമ്പി പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ ലാളനമായി നിരാമയമാം പരാഗണമായി ഉദയരാഗപര പദങ്ങൾ ഉണരുകയായി വിദൂരതയിലാരാഗം മധുമയമാം രാഗം ആനാദം അനുപമ സുഖലയനാദം ലാളനമായി നിരാമയമായി പരാഗണമായി ആനാദം അനുപമ സുഖലയനാദം നിലാവു വരൂ വരൂ ഉത്രാടപ്പൂ നിലാവേ നീവാ പൂവാ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഓർമ്മയിൽ വന്നത് പോർത്തിണക്കി അറിയാതെ പാടി വന്നതാണ്. അതുപോലെ പല പല പാട്ടുകൾ. അതേപോലെ തന്നെ മിമിക്രി കലാകാരന്മാരുടെ ജയമാവേലി കൊമ്പത്ത് അങ്ങനെ ഒരുപാട് കലാകാരന്മാർക്കും ഐശ്വര്യവും നൽകിയിരുന്ന ഒരു മാസമായിരുന്നു ആണ് ചിങ്ങം. കാരണം പലതരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് കച്ചവടപരമായിട്ടും വാണിജ്യപരമായിട്ടും ബിസിനസ് പരമായിട്ടൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഉണ്ടാവും. അതുപോലെ ക്ഷേത്രങ്ങളിലാണ് ദേവാലയങ്ങളിലാണ് പലതരത്തിലുള്ള പ്രത്യേക ആചാരങ്ങൾ ഇതെല്ലാം ഈ സമയത്ത് നടത്തിയിരുന്നു. അപ്പോൾ ഒരു സമൃദ്ധിയുടെ ഒരു പോസിറ്റിവിറ്റിയുടെ വിഹാരഭൂമിയായിട്ട് പ്രകൃതി മാറുന്ന സമയമാണ് ഈ ചിങ്ങം മാസം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ചിങ്ങപ്പുലരി വളരെ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടാണ് ആളുകൾ കണ്ടിരുന്നത്. നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് അല്ലെ. അപ്പൊ ഈ കാലഘട്ടം നമുക്ക് ചെയ്യാവുന്ന ഗുരുദേവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ 3 സ്ഥലങ്ങൾ സന്ദർശിച്ചിരിക്കണം എന്ന് പറയുകയാണ്. ഒന്ന് വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ അനാഥാലയങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ പുത്രന്മാരെ അന്വേഷിച്ച് നടക്കുന്ന അല്ല പുത്രന്മാരുടെ വരവും കാത്തിരിക്കുന്ന ശൂന്യതയിൽ കണ്ണു നട്ടു നിൽക്കുന്ന മാതാപിതാക്കളെ കാണാൻ കഴിയും. അപ്പൊ ഇവിടെയൊക്കെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും കുറച്ച് ഫുഡൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാനായിട്ട് വെറുതെ ഒന്ന് ചെന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും ഒരുപാട് എന്താവും സരളമാകും. അതേപോലെ അവർക്കും ഒരുപാട് സന്തോഷമാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ലൊരു ഒരു ഒരു കീഴ്വഴക്കത്തോടെ നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം അല്ലേ. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഗുരുദേവ് പറയാറുള്ളത് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ. മൂന്നാമത്തെ അത്ര എളുപ്പത്തിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലമല്ല, അത് ജയിലുകളാണ്. ജയിലുകള് നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഭാഗമായിട്ട് ആർട്ട് ഓഫ് ലിവിങ് ക്ലാസ്സുകൾ ജയിലിൽ ഒരുപാട് നടക്കുന്നത്. പ്രിസൺ സ്മാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. ജയിലുകളിലേക്ക് വന്ന് ചേരുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ട് വന്ന് വീഴുന്നതാണ്. ഗുരുദേവ് പറയാറുണ്ട്, ക്രൈം ഈസ് എ ടൈം ലിമിറ്റഡ് ആക്ഷൻ. ഒരു സമയത്ത് ആക്സിഡന്റലി സംഭവിക്കുന്ന ഒരു ആക്ഷനാണ്, ഒരു കർമ്മമാണ്. പലപ്പോഴും അവര് ഒരു 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 മെജോറിറ്റിയിൽ എപ്പോഴും അവർ പറയുന്ന അറിയാതെ സംഭവിച്ചു പോയതായിട്ടും പറയാറുണ്ട്. ഇതിനിടയിൽ തീവ്രമായിട്ടുള്ള കുറ്റവാളികളുണ്ട്, അതിനെ ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഒരു വിഭാഗത്തിലുള്ളവർ അങ്ങനെയുമുള്ളവരുണ്ട്, ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് ചെയ്യേണ്ടി വന്ന പല കുറ്റങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതേപോലെ ഇപ്പോൾ തീവ്രമായിട്ടുള്ളവരെയും എല്ലാവരെയും മാനസാന്തരം വരുത്തി അവരെ ശാന്തിയുടെ പാതയിലേക്ക് എത്തിക്കുക, അവരെ കൂടുതൽ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആർട്ട് ഓഫ് ലിവിങ് പ്രസ്ഥാനം എടുത്തിരിക്കുന്നതാണ് ഈ പ്രിസൺ സ്മാർട്ട് കോഴ്സ് പോലത്തെ പ്രോഗ്രാംസ്. ഇങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ തന്നെ വീക്ഷണമാണ് മാറുന്നത്. അതുപോലെ ഗുരുദേവ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ സ്കൂൾ ടീച്ചേഴ്സ് കുട്ടികളെ കൂടുതൽ മോറൽ വാല്യൂസ് പഠിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുത്തുകൊണ്ടോ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ഈ ഒരു വർഷം തുടങ്ങാം. കോടതിയിൽ ലോയേഴ്സ് ഉണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും സത്യത്തിനും ന്യായത്തിനും കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുവിധം കുറച്ചുപേരെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് വാദിച്ചു കൊടുക്കുക, അത് ലോയേഴ്സിന് ഉള്ള ഗുരുദേവന്റെ ഉപദേശമാണ്. മൂന്നാമത്തെ ഉപദേശം ഡോക്ടേഴ്സിന്. ഇപ്പോൾ അറിയാം എല്ലാം ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ ഡോക്ടേഴ്സിന് ഗുരുദേവ് പറയാറുള്ളത് അർഹതയുള്ള കുറച്ചു പേർക്കെങ്കിലും സൗജന്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏതെങ്കിലും തട്ട ഇളവുകൾ നൽകിക്കൊണ്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. ആ മാനുഷിക ബോധം, ആ ബോധ്യം ജീവിതത്തിലും പ്രവൃത്തിയിലും ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ ഒരു പുതുവർഷത്തെ നമ്മൾ വരവേൽക്കണമെന്ന് ഗുരുദേവ് പറയാറുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന ഏറ്റവും വലിയൊരു സ്വത്ത് നമ്മുടെ ഗ്രാമം തന്നെയാണ്.
നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിട്ട് നമ്മൾ ജനിച്ച വീണ സ്ഥലവും കുറച്ച് പരിസരങ്ങളും മാത്രം അറിയുന്നവരുണ്ടാവും. നോർത്ത് പറവൂരിലെ, എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ ചേന്നമംഗലം എന്ന സ്ഥലത്താണ്. ഇവിടെ 19 വാർഡാകാൻ പോകുന്നു. 19 ഡിവിഷൻസ് വാർഡുകളുണ്ട് ഈ പഞ്ചായത്തിന്റെ കീഴിൽ. ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സഞ്ചരിക്കാൻ സത്യം പറഞ്ഞ ഭാഗ്യം കിട്ടിയെന്ന് പറയാം. ഈ ഗ്രാമത്തിന്റെ ഓരോ കോർണേഴ്സിലും എത്തുമ്പോൾ എത്ര മനോഹരമാണ് എൻ്റെ ഗ്രാമം എന്ന് അഭിമാനത്തോടെയും അത്ഭുതത്തോടെയും നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ഓരോരോ ഭാഗങ്ങളിലും ഈ ഗ്രാമഭംഗി നമ്മളോട് എന്തൊക്കെയോ ചൊല്ലാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, ആ ഗ്രാമത്തിന്റെ ഭംഗിയും അതിന്റെ ചാരുതയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു മാസക്കാലം, ഈ വരുന്ന 2-3 മാസക്കാലം എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിലൂടെ ഒന്ന് നടന്നു പോവുക എന്നുള്ളത്. നടക്കുക, അല്ലെങ്കിൽ സൈക്കിളോ ബൈക്കോ വെച്ച് ചെറിയൊരു സവാരി, പറ്റുമെങ്കിൽ നമ്മുടെ മക്കളെയും കൂടി ഈ ഗ്രാമത്തിന്റെ ഭംഗി, ആ ഗ്രാമത്തിന്റെ നന്മ, ഇതെല്ലാം പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാണ്, അല്ലേ? അത് ആളുകളുടെ മാത്രമല്ല, പ്രകൃതിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ ഗ്രാമത്തിൽ തന്നെ പാർക്കുന്നുണ്ട്, തിങ്ങി പാർക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നമ്മുടെ നാടിനെ, ഗ്രാമത്തെ അറിയാൻ പറ്റും. അതെ, ഗ്രാമങ്ങളിൽ ഭാരതം ജീവിക്കുന്നുവെന്ന് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രാമഭംഗി വളരെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയും. അതോടെ നമ്മുടെ ഗ്രാമത്തിനെയും സംസ്കാരത്തെയും, നമ്മുടെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള ഉപജീവന മാർഗങ്ങളെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന അവസരം കൂടിയാണ്. അപ്പൊ ആ ഗ്രാമഭംഗിയൊക്കെ നിങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ മനസ്സിൽ സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമശ്രീയണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ, മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമശ്രീയണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ, മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം, നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം, ഇളകിയാടുന്ന ഹരിതമേഖലയിലലയിടുന്നു കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം, 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 കളനിസ്വനം. മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. ആ ഗ്രാമത്തിന്റെ ഉൾക്കാമ്പുകളിൽ നമ്മുടെ ഭാരതം യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് തരംഗങ്ങൾ പ്രകൃതി നമ്മളോട് സംസാരിക്കാനായിട്ട് കൊതിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വേളയിൽ, ഈ ചിങ്ങപ്പുലരിയുടെ ഈ ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെ ഈ വേളയിൽ നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വീണ്ടും ആശംസിക്കുന്നു പുതുവത്സരാശംസകൾ. ജയ് ഗുരു.